നമസ്കാരം. തൻ്റെ 18 വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയായി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനല്ല താൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് എക്സിലെ കുറിപ്പിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മിനിറ്റുകൾ മുൻപാണ് പ്രഖ്യാപനം വന്നത്. രണ്ടാം മോദി സർക്കാരിൽ മന്ത്രിയായിരുന്ന രാജീവിന് ഇക്കുറി പരാജയം സംഭവിച്ചതോടെ മന്ത്രിസഭയിൽ ഇടം കിട്ടിയിരുന്നില്ല. 3 വർഷത്തോളം തനിക്ക് രണ്ടാം മോദി സർക്കാരിലെ ടീമിനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. BJP കാര്യകർത്താവ് എന്ന നിലയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കുറിച്ചു. എൻ്റെ 18 വർഷത്തെ പൊതുസേവനത്തിന് ഇന്ന് തിരശ്ശീല വീഴുന്നു. 3 വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സർക്കാരിൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ 18 വർഷത്തെ പൊതുസേവനം അവസാനിപ്പിക്കാൻ ഞാൻ തീർച്ചയായും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ അതങ്ങനെയാണ്. ഞാൻ കണ്ടുമുട്ടിയ എല്ലാവർക്കും, എന്നെ പിന്തുണച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്നെ പ്രചോദിപ്പിക്കുകയും ഊർജ്ജസ്വലനാക്കുകയും ചെയ്ത എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും എൻ്റെ അഗാധമായ നന്ദി. കഴിഞ്ഞ 3 വർഷം സർക്കാരിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി. ഒരു ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തുടർന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു. പുതിയ മന്ത്രിസഭയിൽ ഇടം കിട്ടാതിരുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നാണ് സൂചന. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് തോറ്റിരുന്നു. ഡൽഹിയിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങാനിരിക്കെ വന്ന പ്രഖ്യാപനം BJP കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചു. രാജീവ് ചന്ദ്രശേഖറിന് തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം ലഭിക്കും എന്ന ഒരു നിലയിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിനും സുരേഷ് ഗോപിക്കും മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ള ഒരു ധാരണയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ചില സൂചനകളൊക്കെ തന്നെ കേന്ദ്ര BJP നേതൃത്വത്തിൽ നിന്ന് വന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അദ്ദേഹത്തെ പരിഗണിക്കാതെ ഇപ്പോൾ അഡ്വക്കേറ്റ് ജോർജ് കുര്യനെയാണ് ഒരു ന്യൂനപക്ഷ മുഖം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി പരിഗണിച്ചത്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായി അദ്ദേഹം അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ തഴഞ്ഞു എന്നുള്ള ഒരു മനോവിഷമം മൂലമാണോ തൻ്റെ 18 വർഷത്തെ ഈ പൊളിറ്റിക്കൽ കരിയർ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്ക് കമൻറ്റുകൾ വരുന്നുണ്ട്. ജനങ്ങളെ സേവിക്കണമെങ്കിൽ മന്ത്രിയാകണം എന്നില്ലല്ലോ തുടങ്ങിയ കമൻറ്റുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് വരുന്നുണ്ട്. ഇദ്ദേഹം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ശക്തമായ പോരാട്ടമാണ് നടത്തിയത്. ശശി തരൂരുമായി മത്സരിച്ച് തന്നെയാണ് അദ്ദേഹം തോറ്റത്. ജനവിധി അംഗീകരിക്കുന്നു എന്നും തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങളോട് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു എന്നുമൊക്കെ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ തൻ്റെ 18 വർഷത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ എക്സിലും ഫേസ്ബുക്കിലുമൊക്കെ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. കേരളത്തിലെ മാത്രമല്ല കേന്ദ്ര BJP നേതൃത്വവും ഈ ഒരു വിഷയത്തിൽ ശക്തമായി ഇടപെടും എന്നാണ് ചില സൂചനകൾ പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചതായി അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് വലിയ വാർത്തയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയാണ്. നരേന്ദ്രമോദി മൂന്നാമതും അധികാരമേറ്റു. മോദി അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാൽ ഈ വാർത്ത, രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ വാർത്ത വലിയ തോതിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകും എന്നാണ് സൂചനകൾ.